കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിൽ രണ്ടാം കൃഷി ഇറക്കിയ നെൽ കർഷകർ സർക്കാരിന്റെ അനാസ്ഥ മൂലം കടുത്ത പ്രതിസന്ധിയിലാണ്. കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകി കർഷകർക്കായി എത്തിച്ച യൂറിയ കർഷകർക്ക് കിട്ടാക്കനിയാണ്. സബ്സിഡി ഇനമായി ലഭിച്ച യൂറിയ സ്വകാര്യ ലോബിക്ക് മറിച്ചു നൽകിയതായി ആക്ഷേപമുണ്ട്. ഇതേസമയം യൂറിയ ലഭ്യമാകുന്ന ഇടങ്ങളിൽ സ്വകാര്യ കമ്പനിയുടെ വളം വാങ്ങിയാലേ യൂറിയ നൽകാറുള്ളൂ എന്നും പരാതി ഉയർന്നുവരുന്നു. കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലകളിൽ രണ്ടാം കൃഷി ഗണ്യമായി കുറഞ്ഞിരിക്കെ കൃഷി ചെയ്യാൻ തയ്യാറായ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ് സംസ്ഥാന സർക്കാരും കൃഷിവകുപ്പും. മടവീഴ്ചയെ പ്രതിരോധിക്കാനും നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന പോളാശല്യം ഒഴിവാക്കാനും ഒന്നും ചെയ്യാത്ത അധികൃതർ കേന്ദ്ര സർക്കാർ സബ്സിഡിയോടുകൂടി അനുവദിച്ച യൂറിയ കർഷകർക്ക് ലഭ്യമാക്കുന്നില്ല. കുട്ടനാട്ടിൽ ഇപ്പോൾ രണ്ടാം കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളിൽ 80% പാടശേഖരങ്ങളും തരിശായി കിടക്കുകയാണ്. ഈ തരിശായി കിടക്കുന്നതിൽ 20% പാടശേഖരങ്ങൾ മാത്രമേ ഇനി കൃഷി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ യൂറിയ കേന്ദ്ര സർക്കാരിൻ്റെ ഭീമമായ സബ്സിഡിയോടുകൂടി വരുന്ന യൂറിയ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ചിലവ് കുറഞ്ഞ വളങ്ങൾ എത്തിക്കണം. യൂറിയയാണ് അത്യാവശ്യം. യൂറിയ ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ്. അതുകൊണ്ട് യൂറിയ ലഭ്യമാക്കാനുള്ള ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കുട്ടനാട് അപ്പർ കുട്ടനാടൻ കാർഷിക മേഖലയിലെ വിപണിയിൽ ലഭ്യമാക്കേണ്ട യൂറിയ സ്വകാര്യ ലോബിക്ക് കടത്തിയതായും യൂറിയ ലഭ്യമാക്കുന്ന ഇടങ്ങളിൽ സ്വകാര്യ കമ്പനിയുടെ വളം വാങ്ങിയാൽ മാത്രമാണ് യൂറിയ നൽകുന്നതെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ വളം ഡിപ്പോകളിലും ഞാൻ അന്വേഷിച്ചു. യൂറിയ ലഭ്യമല്ല. യൂറിയ ചില വളം ഡിപ്പോയിൽ നിന്ന് തരാമെന്ന് പറയുന്നുണ്ട് പ്രൈവറ്റ്. ഇപ്പം മറ്റുള്ളിടത്ത് ചെല്ലുമ്പോൾ യൂറിയ അവർ തരും. അതിൻ്റെ ആനുപാതികമായിട്ട് 4 ബാഗ് യൂറിയ എടുക്കണമെങ്കിൽ 6 ബാഗ് ഫാക്ടംഫോസ് കൂടി എടുക്കണം. മാത്രമല്ല അവർ ചില പ്രൈവറ്റ് കമ്പനികളുടെ ചില പ്രത്യേക തരത്തിലുള്ള വളങ്ങൾ നാസയോ അങ്ങനെ വേറെ ഓരോ വളം ഡിപ്പോയ്ക്കും ഓരോരോ കമ്പനികളുടെ പ്രത്യേക തരത്തിലുള്ള അഡീഷണൽ കാര്യങ്ങൾ കൂടി കർഷകർ എടുത്തെങ്കിൽ മാത്രമേ യൂറിയ തരാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കർഷകരുടെ പേരിൽ ഗവൺമെൻറ് അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ സബ്സിഡികളും ആരൊക്കെ ഇടയ്ക്ക് നിന്ന് തട്ടിയെടുക്കുന്നുണ്ട്. പെരുമ്പാവൂരിലുള്ള പ്ലൈവുഡ് ഫാക്ടറികളിലേക്കൊക്കെ യൂറിയ കയറ്റി വിടുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ഒരു കിംവദന്തി കർഷകരുടെ പരക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ഗവൺമെൻറ് അന്വേഷിക്കണം. നിലവിൽ രണ്ടാം കൃഷി ഇറക്കിയ നെൽകർഷകരും കൃഷി പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലാണ്. ഇതൊന്നും കാണാതെയാണ് സംസ്ഥാന സർക്കാർ കർഷക ദിനാചരണത്തിന്റെ പേരിൽ കോടികൾ ചെലവിടുന്നത്. ജനം, ആലപ്പുഴ.